എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് നല്ലൊരു ഷാപ്പ് രുചിയില് തനിനാടൻ താറാവ് കറിയാണ്. ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ കഴിക്കേണ്ടതായ ഒന്ന് തന്നെയാണ് ഈ താറാവ് കറി. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷാപ്പ് കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കരുത്. അതുപോലെ നല്ലൊരു പാചകം പഠിക്കുന്നതിനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് വീടുകളിൽ തയ്യാറാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയാലോ. താറാവ് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു താറാവാണ് എടുത്തിട്ടുള്ളത്. താറാവ് നല്ലതുപോലെ കഴുകി ഉപ്പ് വിനാഗിരി വെള്ളത്തിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ താറാവിന്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. ഈ ഒരു ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവിൻ കഷ്ണങ്ങൾ നമുക്ക് ആദ്യമേ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള ഒരു താറാവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോനും 200 ഗ്രാമുമാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് 1 ടീസ്പൂൺ അളവില് 5 മില്ലിഗ്രാം അളവില് കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ അളവിൽ തന്നെ വിനാഗിരിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കഷ്ണങ്ങൾ ഞാൻ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി കുക്കർ മൂടി ഒരു 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്തു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ മസാല നമുക്കൊന്ന് വഴറ്റാം. അങ്ങനെ താറാവ് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസാല ഒന്ന് റെഡിയാക്കണം. ഇതിനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. അധികം വലിപ്പമില്ലാത്ത ചെറിയ സവാളയാണ്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു 20-25 കൊച്ചുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, നാളികേരത്തിന്റെ ഒരു പകുതി ഭാഗം നാളികേര കൊത്തും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് തനിനാടൻ രീതിയിലായതുകൊണ്ടാണ്. അതും ഷാപ്പ് രുചിയിലാണ് കേട്ടോ. ഷാപ്പ് രുചി എന്ന് പറയുമ്പോൾ ഞാൻ കള്ളുഷാപ്പിൽ പോയിട്ടല്ല കറി തയ്യാറാക്കുന്നത്. താറാവ് കറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 2 ബോൾ വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെക്കണം. ഇന്നത്തെ താറാവ് കറിയില് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നാടൻ മസാലയാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടി 15 മില്ലിഗ്രാം ഉണ്ട് കേട്ടോ. 1 സ്പൂൺ അളവില് പെരിഞ്ജീരകം 10 മില്ലിഗ്രാം, 2 സ്പൂൺ അളവില് കുരുമുളകിന്റെ അളവാണ് കൂടുതലായിട്ട് വേണ്ടത്. 20 മില്ലിഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5 ഗ്രാമ്പു ഉണ്ട്. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയുടെ അളവൊന്നും കൂടേണ്ട ആവശ്യമില്ല. ഒരു കറുവപ്പട്ട ഞാൻ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൈകൊണ്ട് ഒടിച്ചു വെച്ചിരിക്കുവാണ്. പിന്നെ ഒരു 8 ഏലക്ക, പിന്നെ തക്കോലം, ഒരു തക്കോലത്തിന്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മസാലകൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്ത് വെക്കാം. ഇന്നത്തെ കറി തയ്യാറാക്കി എടുക്കുന്നത് ഉരുളിയിൽ വെച്ചിട്ടാണ്. ഉരുളി അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എണ്ണയിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് നല്ലതുപോലെ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊന്ന് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേണം വറുത്തെടുക്കാനായിട്ട്. അധികമൊന്നും ചേർക്കണ്ട. കിഴങ്ങിന് ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഈ സമയത്ത് നമ്മുടെ മസാലകളെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കിഴങ്ങ് കഷ്ണങ്ങള് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കഷ്ണങ്ങൾ കോരി മാറ്റാം. കഷ്ണങ്ങൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേര കൊത്ത് ആദ്യമേ ചേർക്കാം. നല്ലോണം ഒന്ന് ചുവക്കെ വറുത്തെടുക്കാം. നാളികേരം ഒന്ന് കളറൊക്കെ മാറി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്തിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. നാളികേരം ഒന്ന് മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇഞ്ചി ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർക്കാം. വെളുത്തുള്ളിയും മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉള്ളി സോഫ്റ്റ് ആയിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർക്കാം. സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്നും പോരാ, നല്ല ഗോൾഡൻ കളറിലേക്ക് തന്നെ ആയി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത്
ഒന്നുകൂടെ വഴറ്റാം. സവാള നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി വരുമ്പോഴാണ് കറിയുടെ രുചിയും കറി കാണാനും നല്ലൊരു ഭംഗിയൊക്കെ കിട്ടുന്നത്. ഈ സമയത്ത് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർക്കാം. പച്ചമുളകും ചേർത്ത് വീണ്ടും വഴറ്റാം. ഈ ഒരു ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ സമയത്ത് ഒരു 3 വിസിൽ കൊണ്ട് നമ്മുടെ താറാവ് കഷ്ണങ്ങളൊക്കെ വേവായി വന്നിട്ടുണ്ട്. മസാലകൾ വഴറ്റിയെടുക്കാനായിട്ട് ഈ ഒരു താറാവിന്റെ സ്റ്റോക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലോണം വഴറ്റാം. അപ്പൊ ആ ഒരു സവാളയിലേക്കൊക്കെ ആ താറാവിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ കയറി പിടിക്കും. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ ഗോൾഡൻ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാലകൾ ചേർക്കാം. സവാള നല്ല മെറൂൺ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടതും. മസാലകൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ മസാല അരച്ചെടുത്തപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. ഈ ഒരു കറിക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. കുരുമുളകിന്റെയും പച്ചമുളകിന്റെയും എരിവാണ് കറിക്ക് ഉണ്ടാവുക. ഇനി നല്ലോണം മസാലകൾ വഴറ്റി ഒന്ന് മുരിയിച്ചെടുക്കാം. എണ്ണ വിട്ടുവരുന്ന പരുവം വരെയാണ് നമുക്ക് മസാലകൾ വഴറ്റിയെടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു മല്ലിപ്പൊടിക്ക് പകരമായിട്ട് ചിക്കൻ മസാലപ്പൊടിയും കറിയിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നല്ലോണം തന്നെ മുരിവായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന എണ്ണ എല്ലാം ഇതുപോലെ തെളിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മസാലകൾ മുരിഞ്ഞ് വിട്ട് വരുന്ന പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന താറാവിൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ആദ്യം നമുക്ക് താറാവിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലപോലെ ഗ്രേവി ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് കുറുകിയ പാകത്തിലേക്കായി വരുമ്പോൾ കഷ്ണങ്ങളും കൂടെ ചേർക്കാം. അപ്പോൾ ഗ്രേവിയുടെ ആ ഒരു ചുവയൊക്കെ മാറിക്കിട്ടും. ഗ്രേവി നല്ലതുപോലെ തിളച്ച് കുറുകിയ പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഫ്ലെയിം കുറച്ച് വെച്ചു കൊടുക്കാം. ഇനി മസാലയിൽ കിടന്ന് കഷ്ണങ്ങളൊന്ന് വേവായി വരട്ടെ. ഗ്രേവിയിൽ കിടന്ന് ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. തിളച്ച് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കണം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി നല്ലോണം തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ കറിയിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങും ചേർത്താൽ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഒന്നും കൂടെ തിളച്ച് ആ ഒരു ഗ്രേവിയിൽ കിടന്ന് കിഴങ്ങൊന്നും കൂടെ വെന്ത് കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചാണ് കറി വേവിച്ചെടുക്കേണ്ടത്. ഇനി ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഈ ഒരു ഗ്രേവി എല്ലാം കൂടി ചേർന്ന് ഒന്ന് മസാല എല്ലാം പിടിച്ചു വരട്ടെ. അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ 5 മിനിറ്റ് നേരം നമ്മുടെ കറി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മൂടി തുറന്ന് നമുക്ക് നോക്കാം. കറിയിൽ അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. അടിയൊക്കെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ നല്ലതുപോലെ തന്നെ വേവായി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് നേരമൊന്നും കറി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കഷ്ണങ്ങളൊക്കെ നല്ല പോലെ തന്നെ വേവായി വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള അതിന് നാടൻ രീതിയിൽ താറാവ് കറി ഇവിടെ റെഡിയാണ്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നാടൻ താറാവ് കറി ഇവിടെ റെഡിയാണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി മറക്കല്ലേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്ന് ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.